ജുമാ മുബാറക്കിൽ ഇന്ന് പണ്ഡിതനും പ്രഭാഷകനുമായ ജനാബ് ഹബീബ് റഹ്മാൻ കീഴ്ശ്ശേരി സംസാരിക്കുന്നു. ബിസ്മില്ലാഹി വഖഫ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, കരുണാവാരിധിയായ പടച്ചതമ്പുരാൻ്റെ കരുണാകടാക്ഷം നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് മനുഷ്യനെ സൃഷ്ടിക്കുന്ന വിവരം പറയുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നു. ഉടനെ മലക്കുകൾ ചോദിക്കുന്നത് അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിക്കു ദിമാ. പടച്ചതമ്പുരാനെ, നീ സ്വയം ചിന്തിക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു വിഭാഗത്തെ നീ സൃഷ്ടിക്കുകയാണ്. ഭൂമിയിൽ കുഴപ്പങ്ങളുണ്ടാക്കുന്ന, നാശമുണ്ടാക്കുന്ന, രക്തം ചിന്തുന്ന ഒരു വിഭാഗത്തെ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുന്നത് ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാം. നിങ്ങൾക്ക് ഇന്നലകൾ അറിയാം, ഇന്നുകൾ അറിയാം. ഇന്നലകൾ അറിയുന്ന, ഇന്നറിയുന്ന, നാളെയും അറിയുന്ന ത്രികാലജ്ഞാനമുള്ളവനാണ് ഞാൻ. ഇത് പറയുന്നതോടുകൂടി അല്ലാഹു രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ആദമിനെ എല്ലാത്തിൻ്റെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു എന്നതാണ്. അതിൻ്റെ അർത്ഥം അറിവ് പ്രദാനം ചെയ്തു. അസ്മാ എന്ന് പറയുന്നത് ഇസ്മുകൾ, പേരുകൾ. പേരുകളാണ് ഭാഷയുടെ അടിസ്ഥാനം. അപ്പോൾ അറിവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പേരുകളാണ്. അവിടെ നിന്നാണ് എല്ലാത്തിൻ്റെയും അറിവുകൾ പ്രദാനം ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പം മനുഷ്യനെ നിർമ്മിക്കുന്നതിനാവശ്യമായി, മനുഷ്യനെ നിർമ്മാണാത്മകമായി വളർത്തുന്നതിനാവശ്യമായി, ഭൂമിയിൽ നാശങ്ങളില്ലാത്ത, ഫസാദില്ലാത്ത ഒരു നിർമ്മാണാത്മക സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനായി അറിവ് പ്രദാനം ചെയ്തു എന്നതാണ്. ആ അറിവ് ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്തണം എന്നാണ്. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ആദ്യമായി അവതരിച്ച ആയത്ത്, സൂക്തം ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്നാണ്. വായിക്കുക, നിന്റെ നാമധേയത്തിൽ വായിക്കുക. അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കണം. ഒരു പുതിയ വായനയുടെ സംസ്കാരം നീ ആരംഭിക്കണം. ആ വായന ഫസാദില്ലാത്ത ഒരു ലോകത്തിനെ, നാശമില്ലാത്ത ഒരു ലോകത്തിനെ സൃഷ്ടിക്കാനായിരിക്കണം. കാരണം ഫസാദാണ് സമഗ്രാധിപത്യത്തിന് രൂപം നൽകുന്നത്, സാമ്പത്തിക ക്രമക്കേടുകൾ രൂപപ്പെടുത്തുന്നത്, ചൂഷണവും ഭൗതിക പ്രമത്തതയും സദാചാര തകർച്ചയും വംശീയതയും വർഗീയതയും മനുഷ്യവംശത്തിൻ്റെ നാശവും കൊലയും അവകാശലംഘനവും കൃഷി നശിപ്പിക്കലും തുടങ്ങി ഏതൊക്കെ തരത്തിലുള്ള വൃത്തിവിഹീനതകളുണ്ടോ അതിൻ്റെ എല്ലാം ഫസാദിൻ്റെ പരിധിയിൽ വരുന്ന, നാശങ്ങളുടെ പരിധിയിൽ വരുന്നതാണ്. ഇത്തരം ഫസാദുകളില്ലാത്ത, നാശമില്ലാത്ത അമൂല്യമായ അറിവാണ് കേവല വായനയിൽ നിന്നപ്പുറം ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നാഥൻ്റെ നാമധേയത്തിൽ വായിക്കുക. വായിക്കുക എന്നല്ല, സൃഷ്ടിച്ച നാഥൻ്റെ നാമധേയത്തിലായിരിക്കണം വായിക്കുന്നത്. അതുകൊണ്ട് അറിവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നിർമ്മാണാത്മകമായ ഒരു സമൂഹത്തെ നിർമ്മിക്കുന്നതിനാവശ്യമായ പ്രവർത്തനമാണ്. അതിനാവശ്യമായ വായനയായിരിക്കണം നടത്തേണ്ടത്. ഏറ്റവും നല്ല ശാക്തീകരിക്കുവാൻ, ഫസാദിനെ ഇല്ലാതാക്കുവാൻ അതിനായിരിക്കണം ഒരാൾ വായിക്കേണ്ടത് എന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അറിവുള്ള ധാരാളം ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ചരിത്രത്തിൽ വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത് കാറൂനെ പരിചയപ്പെടുത്തുന്നുണ്ട്. മൂസാ പ്രവാചകന്റെ കാലഘട്ടത്തിലെ തൻ്റെ സമുദായത്തിൽ തന്നെ, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായത്തിൽ തന്നെ പെട്ട വലിയ പാണ്ഡിത്യമുള്ള കാറൂൻ. ആ കാറൂന് ധാരാളം സമ്പത്ത് നൽകിയിരുന്നു. ആ സമ്പത്തൊക്കെയും എത്രത്തോളം എന്ന് വെച്ചാൽ അവയുടെ താക്കോലുകൾ വഹിക്കുവാൻ ശക്തമായ ടീം തന്നെ വേണ്ട ഒരവസ്ഥയുണ്ടായിരുന്നു. ആ സമുദായത്തിലുള്ള ആളുകൾ അയാളോട് പറഞ്ഞിരുന്നു, മതിമറന്നു പോകരുത്, മതിമറന്നു പോകരുതേ. മതിമറക്കുന്നവരെ പടച്ച റബ്ബ് ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ള പങ്കിനെക്കുറിച്ച് നീ വിസ്മരിച്ചു പോകരുത്. പടച്ച റബ്ബ് നിനക്ക് ചെയ്തിട്ടുള്ള നന്മകൾ പോലെ നീയും നന്മ ചെയ്യണം. ഭൂമിയിൽ ഒരിക്കലും നീ നാശം വിതച്ചു പോകരുത്, പരത്തരുത്, നാശം പരത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത്. അഹങ്കാരത്തോടുകൂടി, സർവ അഹങ്കാര സ്വഭാവത്തോടും കൂടി കാറൂൻ പറയുന്നത്, ഇതൊക്കെയും എനിക്ക് ലഭിച്ചത് എൻ്റെ അറിവ് കൊണ്ടാണ്. അപ്പോൾ അറിവെന്ന് പറയുന്നത് നാശമുണ്ടാക്കുവാൻ വേണ്ടിയാണ്. ലോകത്ത്
വ്യത്യസ്തമായ അധിനിവേശ ശക്തികൾ അവരുടെ അറിവും സാങ്കേതിക വിദ്യകളുമൊക്കെയും ഉപയോഗപ്പെടുത്തുന്നത് നാശം വിതക്കുന്നതിനും കൊലയും കൊള്ളയും കൊള്ളിവെപ്പും അധിനിവേശവും പിടിച്ചെടുക്കലും നടത്തുന്നതിന് വേണ്ടിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് മാനവിക മൂല്യങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള അറിവിനെക്കുറിച്ചല്ല, അവരുടെ അറിവൊക്കെയും തന്നെ എല്ലാ അറിവുകളുടെയും അടിസ്ഥാനത്തിൽ, ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലോ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലോ ആയിരിക്കരുത് നിങ്ങളുടെ അറിവിനെ നിങ്ങൾ കെട്ടിപ്പടുക്കേണ്ടത്. അടിസ്ഥാനപരമായ വിജ്ഞാനത്തിൽ നിന്നായിരിക്കണം. അതുകൊണ്ടാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമധേയത്തിലായിരിക്കണം നീ വായിക്കേണ്ടത്. അറിവിൻ്റെ തലം, ഉറവിടം എന്ന് പറയുന്നത്, അറിവിൻ്റെ സോഴ്സ് അല്ലാഹുവാണ്, പടച്ച റബ്ബാണ്. അപ്പോൾ സ്രഷ്ടാവിനെ അതിൻ്റെ സകലമാന ഗുണവിശേഷണങ്ങളോടും കൂടി അറിയുമ്പോഴാണ് നമ്മുടെ അറിവ് പൂർത്തിയാകുന്നത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായും നീ അറിയണം പടച്ച തമ്പുരാൻ അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനല്ലാതെ ഒരു ഇലാഹില്ല എന്ന്. അപ്പോൾ അള്ളാഹുവിനെ ഏറ്റവും നന്നായി അറിയുക. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫഅലമൂ വഅലമൂ ഫഅലം എന്നൊക്കെയും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ അർത്ഥത്തിൽ വിജ്ഞാനം യഥാർത്ഥ മനുഷ്യനെ സൃഷ്ടിക്കാനാണ് എന്നും വിജ്ഞാനത്തിൻ്റെ മാനവീകരണവും വിജ്ഞാനത്തിൻ്റെ മൗലികമായ അറിവും സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടൊരു വൈജ്ഞാനിക സംസ്കാരത്തെയാണ് ഇസ്ലാം ലോകത്തിൻ്റെ മുമ്പിൽ നൽകിയത്. ഒരു വൈജ്ഞാനിക സംസ്കാരം എപ്പോഴും സമൂഹത്തിൽ പഠിക്കാനുള്ള വായനയെ കേവലമായ ഭൗതിക പ്രവർത്തനമായിട്ടല്ല, കേവല ഭൗതിക പ്രവർത്തനം, ബുദ്ധിപരമായ വ്യായാമം എന്ന അർത്ഥത്തിലല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് വായന എന്ന് പറയുന്നത് ഒരു ആരാധനയായി, ഒരു ഇബാദത്തായി, അതോടൊപ്പം തന്നെ അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു കൽപ്പനയായി, നാഗരികതയെ നിർമ്മിക്കുന്നതിനുള്ള ഒരാവശ്യമായി ഇസ്ലാം അതിനെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അറിവാർജിക്കുവാൻ ധാരാളക്കണക്കിന് കാര്യങ്ങളാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇൻ അറത്തും ഐഷുസ് സഅദാ വമൗതുശ് ശുഹദാ വന്നജാത്തു യൗമു ഹസ്റാത്ത്, നിങ്ങൾ ഭൗതിക ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കണമെങ്കിൽ, രക്തസാക്ഷിത്വത്തിൻ്റെ സൗരഭ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതോടൊപ്പം തന്നെ അന്ത്യനാളിലെ സങ്കടകരമായ സന്ദർഭത്തിലെ വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഫദ്റുസൂ അൽ ഖുർആൻ, നിങ്ങൾ വിശുദ്ധ വേദത്തിൻ്റെ പാഠങ്ങളിലൂടെ നടന്നെടുക്കണം. അതാണ് അറിവാർജിക്കുവാൻ. പടച്ച റബ്ബിനെ, എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ചു പോരുന്ന പടച്ച തമ്പുരാനെ അറിയാൻ, ഭൂമിയെ പരിപാലിച്ച് ഖിലാഫത്ത് എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ, അതോടൊപ്പം സ്വയം വികസിക്കുവാൻ, ആ വികാസത്തിലൂടെ സമൂഹത്തിൻ്റെ നിർമ്മാണത്തിന്, നാഗരികതയുടെ നിർമ്മാണത്തിന്, മനുഷ്യ പുരോയാനത്തിന്, അങ്ങനെ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുമായി നിരന്തരമായ ഇടപഴക്കത്തിലൂടെ പുതിയ ആശയങ്ങളും സംസ്കാര നാഗരികതകളും അനുഭവങ്ങളും എന്നിവയിലൂടെ സഞ്ചരിക്കുവാൻ ഇസ്ലാമിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഒന്നാമതിറങ്ങിയ ആയത്ത് ഞാൻ പറഞ്ഞു, ഇഖ്റ, നീ വായിക്കുക എന്നാണ്. വായന എന്ന പേര് വെച്ചുകൊണ്ടുള്ളൊരു ഗ്രന്ഥം തന്നെ, ഖുർആൻ എന്ന വാക്കിൻ്റെ അർത്ഥം വായന എന്നാണ്. അങ്ങനെയുള്ള ഒരു പുസ്തകം, വായന, നീ വായിക്കുക എന്നതല്ല, വായന എന്നതാണ് ഖുർആൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ട് നീ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ സൂക്തം ഇറങ്ങിയെങ്കിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, രണ്ടാമതിറങ്ങിയത് നൂൻ എന്നാണ്, പേനയെ എടുത്തു പറഞ്ഞുകൊണ്ടാണ്. വായനയെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, വായനയുടെ ഉപകരണമായ പേനയെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് രണ്ടാമതുള്ള സൂക്തം ഇറങ്ങുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. വായിക്കാതെ എഴുതാനാവില്ല, പേനയില്ലാതെ വായിക്കാനുമാവില്ല. വായനയുടെയും എഴുത്തിൻ്റെയും ലോകത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടി നമ്മെ പഠിപ്പിക്കുകയാണ്. അത് വ്യക്തിപരമായ ഉത്തരവാദിത്തം മാത്രമല്ല, സഹകരണം ആവശ്യമുള്ള കൂട്ടായ കടമയായി വ്യക്തിയും കുടുംബവും സ്കൂളും സമൂഹവും ഒക്കെ തന്നെയും ഒരു വ്യക്തിയുടെ വായനയുടെ സംസ്കാരത്തിൽ പങ്കുവയ്ക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അനുഗ്രഹീതമായ, സൃഷ്ടിപരമായ, നിർമ്മാണാത്മകമായ മനസ്സിനുടമകളെ സൃഷ്ടിക്കുവാൻ, ട്രാഫിക് സിഗ്നലുകളെ ബഹുമാനിക്കുന്നത് പോലെ ഒരു പെരുമാറ്റമായി, ജീവിതത്തിൻ്റെ അടയാളമായി വായനയുടെ സംസ്കാരത്തെ മാറ്റിവെക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പക്ഷേ വായനയെക്കുറിച്ച് ധാരാളം പഠിപ്പിച്ച ഒരു സമൂഹം
ഇന്നും വായിക്കാത്തവരായി മാറുന്നു എന്നത് സങ്കടകരമായ കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഓരോ വർഷവും വായിക്കുന്നവരെക്കുറിച്ചുള്ള വലിയ കണക്കുകൾ ലോകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ ജനസമൂഹത്തെക്കുറിച്ച് ധാരാളമായി അവർ വായിക്കുന്നവരാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. ശരാശരി അമേരിക്കക്കാരൻ പ്രതിവർഷം 200 മണിക്കൂറിലധികം വായിക്കുന്നുണ്ട് അത്രേ. യൂറോപ്യർ 150 മണിക്കൂറുകളോളം വായിക്കുന്നുണ്ട്. അറബ് ലോകത്തിലെ മികച്ച വായനയുള്ള രാജ്യങ്ങൾ പോലും പ്രതിദിനം 15 മിനിറ്റിൽ കൂടുതൽ വായിക്കുന്നില്ല എന്നാണ് ഒരു പഠനം പറയുന്നത്. കാരണം അറിഞ്ഞാൽ അത്ഭുതം ഇല്ലാതാകും എന്ന് പറഞ്ഞതുപോലെ പുസ്തകങ്ങൾക്കുള്ള ആവശ്യകതയിലെ ബലഹീനതയാണ് ഇതിന് കാരണം എന്ന് നാം മനസ്സിലാക്കണം. ഇരുമ്പിന്റെ രാഷ്ട്രം ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഉമ്മത്ത് ഇഖ്റ ലാ തഖ്റ, വായിക്കുക എന്ന രാഷ്ട്രം വായിക്കുന്നില്ല എന്ന് വളരെ ഗൗരവത്തോടുകൂടി നാം നമ്മുടെ വായനയുടെ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരികയും ഒരു പുതിയ ലോകത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയുള്ള പണിയെടുപ്പിന് എല്ലാ തരത്തിലും നമ്മുടെ വായനയിലൂടെ നമുക്കൊരിക്കലും കണ്ടുമുട്ടാത്ത മനുഷ്യരിലേക്ക്, അവരുടെ ജീവിതങ്ങളിലേക്ക്, അവരുടെ അനുഭവങ്ങളിലേക്ക്, അനന്തമായ ലോകത്തിലേക്ക്, മറ്റുള്ളവരുടെ മനസ്സുകളിലേക്ക് സഞ്ചരിക്കാൻ, അവർ നടന്നു നീങ്ങിയ വഴികളെക്കുറിച്ചറിയാൻ, അവർ സ്വപ്നം കണ്ട സ്വപ്നങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ, അവർ രാത്രികളിൽ ഉണർന്നിരിക്കുവാൻ, ഒരിക്കലും അനുഭവിക്കാത്ത വികാരങ്ങളെക്കുറിച്ച് അനുഭവിക്കുവാൻ, മറ്റുള്ളവരുടെ മനസ്സുകളിലൂടെ സഞ്ചരിക്കുവാൻ, അലഞ്ഞു നടക്കുവാൻ, ലോകത്തെയും നമ്മെ തന്നെയും മനസ്സിലാക്കുവാൻ, നമുക്ക് അങ്ങനെ ആത്മാഭിമാനമുള്ള വായനയുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തിയ ഒരു സമൂഹം എന്നുള്ള നിലക്ക്, ലോകത്ത് ഏറ്റവും കൂടുതൽ വായനാ സംസ്കാരം നിലനിർത്തിയ ഒരു സമൂഹം എന്നുള്ള നിലക്ക് വായനയെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ ഇഖ്റ എന്ന് പറയുന്ന പടച്ച തമ്പുരാൻ്റെ ആഹ്വാനം നമുക്കെപ്പോഴും പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുന്ന നല്ലവരിൽ പടച്ച റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.